ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ കെമിസ്ട്രി രസതന്ത്രത്തിൻ്റെ ക്രിസ്മസ് എക്സാം ചോദ്യപേപ്പറിൻ്റെ ഉത്തരങ്ങളാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ ഹാഫ് ഇയർലി എക്സാം, അതായത് ക്രിസ്മസ് എക്സാം, സെക്കൻഡ് ടേം എക്സാം, അർദ്ധവാർഷിക പരീക്ഷ, അതിൻ്റെ ചോദ്യപേപ്പറാണിത്. അതിലെ ഉത്തരങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ആൻസേഴ്സ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. രസതന്ത്രം 9ാം ക്ലാസ്സിലത്തെയാണ്. 40 മാർക്കിൻ്റേതായിരുന്നു. 1.5 മണിക്കൂർ സമയമായിരുന്നു. നിങ്ങൾ എഴുതിയ ചോദ്യപേപ്പറാണിത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം. ചോദ്യങ്ങൾ അധികം ഞാൻ വായിക്കുന്നുണ്ടായിരിക്കില്ല. ചിലത് വായിക്കും, ചിലത് വായിക്കില്ല. ആൻസേഴ്സ് ആയിരിക്കും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒന്നാമത്തെ ചോദ്യം, പ്രസ്താവന. അറ്റോമിക് നമ്പർ 19 ആയ പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2881 എന്നാണ്. കാരണം ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായത്. എ, ആർ എന്നിവ ശരിയാണ്. പക്ഷേ ആർ, എയുടെ ശരിയായ വിശദീകരണം അല്ല. ഓക്കെ, നെക്സ്റ്റ്. അയോണിക സംയുക്തങ്ങളുടെ സവിശേഷതകളുമായി ബന്ധപ്പെടുത്തി ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. പ്രസ്താവന 1, ഇവ പൊതുവെ ജലത്തിൽ ലയിക്കുന്നില്ല. പ്രസ്താവന 2, ഇവ ബാഷ്പീകരണ സ്വഭാവം ഇല്ലാത്തവയും കാഠിന്യമുള്ളവയുമാണ്. പ്രസ്താവന 3, ഇവയ്ക്ക് പൊതുവെ ഉയർന്ന ഉരുകൽ നിലയും തിളനിലയുമാണ് ഉള്ളത്. പ്രസ്താവന 4, ഇവ ഖരാവസ്ഥയിൽ വൈദ്യുത ചാലകങ്ങളാണ്. ഈ പ്രസ്താവനകളെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായത് ഏത്? അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായത്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ആൻസർ നോക്കാം. 4 ഓപ്ഷൻ ആണ്. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. പ്രസ്താവന 1ഉം 4ഉം ശരിയല്ല, എന്നാൽ 2ഉം 3ഉം ശരിയാണ്. അതായത് ഇതും ശരിയാണെന്നാണ് പറയുന്നത്. അടുത്തത് 3, ബന്ധം കണ്ടെത്തി വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഇവിടെ ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം Fe ആണ്. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏത്? ആൻസർ വരുന്നത് വനേഡിയം പെൻഡോക്സൈഡ് ആണ് കേട്ടോ. ഇതാണ് ആൻസർ, വനേഡിയം പെൻഡോക്സൈഡ്. അടുത്തത് 4ാമത്തെ ചോദ്യം, ചില മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം, സംയോജക എന്നിവ നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം ആദ്യം X283 ആണ് അല്ലേ. അപ്പോൾ 283 എന്ന് പറയുന്നതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? Q ആണ് കേട്ടോ. അടുത്ത 27 വൈയുടെ ആൻസർ വരുന്നത് ഏതാണ്? 6 ആണ് കേട്ടോ. 282 XZ, അതിൻ്റെ ആൻസർ വരുന്നത് 2 ആണ്. അപ്പോൾ ഈ XYZൻ്റെ QRS ആണ് വരിക. ഇതാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അടുത്തത് 5 മുതൽ 11 വരെ ചോദ്യങ്ങൾ 2 എണ്ണത്തിന് ചോയ്സ് ഉണ്ട്. 2 സ്കോർ വീതം നോക്കാം. ചില സംയുക്തങ്ങളും അവയിലെ ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകളും നൽകിയിരിക്കുന്നു. വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയാണ്. അപ്പം നമുക്ക് ആദ്യം CH4 മീഥേൻ തന്നിട്ടുണ്ട്, K2O തന്നിട്ടുണ്ട്, അതുപോലെ NH3 തന്നിട്ടുണ്ട്. പൊട്ടാസ്യം ആണ്, പൊട്ടാസ്യം ഓക്സൈഡ്, അതുപോലെ നമ്മുടെ അമോണിയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്താ നമുക്ക് നോക്കേണ്ടത് നോക്കാം. ഇവയിൽ അയോണിക സംയുക്തം ഏത് ചോദിച്ചാൽ ഇതാ K2O ആണ് എന്ത് അയോണിക സംയുക്തം. അടുത്തത് നിങ്ങളുടെ ഉത്തരത്തിനുള്ള കാരണം എഴുതണം. ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം 1.7നേക്കാൾ കൂടുതലാണ് എന്നതാണ് നമ്മളിതിൻ്റെ ഉത്തരമായിട്ട് പറയുക. അപ്പോൾ നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇലക്ട്രോനെഗറ്റിവിറ്റി വെച്ചിട്ടാണ് ഇതിൻ്റെ ആൻസർ നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ K2O അതുപോലെ തന്നെ രണ്ടാമത്തെ എയും ബിയും ആൻസർ എഴുതി. അത് കഴിഞ്ഞാൽ ആൻസർ നോക്കിക്കോളൂ. എയുടെയും ബിയുടെയും. അത് കഴിഞ്ഞാൽ 5 കഴിഞ്ഞ് 6 ആണ്. 6A, ഒരു ആറ്റത്തെ സംബന്ധിച്ച് ഏതാനും വിവരങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. K, L, M എന്നീ ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ ഉണ്ട്. M ഷെല്ലിൽ 7 ഇലക്ട്രോണുകൾ ഉണ്ട്. ഈ ആറ്റത്തിൽ 18 ന്യൂട്രോണുകൾ ഉണ്ട്. ഈ ആറ്റത്തിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം ചിത്രീകരിക്കുക. ഈ ആറ്റത്തിൻ്റെ മാസ് നമ്പർ എത്ര? ഇത് നമ്മൾ എഴുതണം. അതേപോലെ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ്? ഓർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 6A അല്ലെങ്കിൽ നിങ്ങൾക്ക് B ചെയ്യാം. അപ്പം നമുക്ക് 6Aയുടെ ഉത്തരം നോക്കാം ആദ്യം കേട്ടോ. 6Aയുടെ ഉത്തരം ഇതുപോലെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് ചിത്രം ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഉപയോഗിച്ച് ചെയ്യണം. ഇലക്ട്രോൺ ഈ ഓർബിറ്റിൽ കാണിക്കണം. ആദ്യം 2 കൊടുത്തു. അതുപോലെ തന്നെ അടുത്ത ഷെല്ലിൽ എത്ര എണ്ണമാണെന്ന് വെച്ചാൽ കൊടുത്തു. മൊത്തം 18 എണ്ണം നമ്മൾ കാണിച്ചിട്ടുണ്ട്.
1 2 3 4 5 6 ഓക്കെ. അപ്പോൾ ഇതാണ് ഫിഗർ വരിക കേട്ടോ. ബി എന്താ വരിക? 35. മൊത്തം 17 എണ്ണം നമ്മൾ കാണിച്ചിട്ടുണ്ടാവും. കാരണം ഇത് സോഡിയം 11. അപ്പോൾ 28. ഇത് ക്ലോറിൻ്റെ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ക്ലോറിൻ്റെ 17 ആണ്. അപ്പോൾ നമ്മൾ ആ 17 ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ മാസ 35. KLM ആണ്. അപ്പോൾ നമുക്ക് ക്ലോറിൻ്റെ 2 8 7 എന്ന് വരും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളവിടെ ആൻസർ. നമ്മൾ ആ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസത്തിൽ ആദ്യം 2 ഏറ്റവും ഉള്ളിലത്തേൽ 2, പുറത്തത്തേൽ 8, അതിന് പുറത്ത് 7 ആട്ടോ കൊടുത്തിരിക്കുന്നത്. ഇനി മാസ് നമ്പർ 35 നമ്മൾ കൊടുത്തു. ഇനി അടുത്തത് നമുക്കതിൻ്റെ ബി ഉണ്ട്. ഏതാനും മൂലകങ്ങളുടെ പ്രതീകങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. ഇവയിൽ ന്യൂക്ലിയസിലെ ആകെ കണങ്ങളുടെ എണ്ണം തുല്യമായ ജോഡി ഏത്? അപ്പോൾ ഇതിൻ്റെ തുല്യമായ ജോഡി എന്ന് പറയുന്നത് ഈ AR 40 18 വരുന്നതും K 40 19 വരുന്നതാണ് ഉത്തരം വരിക. ഈ ആറ്റങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഐസോബാറുകളാണ് കേട്ടോ. ഐസോബാറുകൾ. 6Aയും 6Bയും നമ്മൾ നോക്കി. ഇതാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. ഹോറിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു. ഇത് നമ്മളിപ്പോൾ പറഞ്ഞതാണ്. ഇനി 6Aയും Bയും കഴിഞ്ഞാൽ 7. നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ സംയോജിച്ച് ഉണ്ടാകുന്ന സംയുക്തമാണ് അമോണിയ. ഈ പ്രവർത്തന സമവാക്യം സമീകരിച്ച് എഴുതുക. അപ്പോൾ ബി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 28 ഗ്രാം നൈട്രജൻ 6 ഗ്രാം ഹൈഡ്രജനുമായി പൂർണ്ണമായി സംയോജിക്കുമ്പോൾ ഉണ്ടാകുന്ന അമോണിയയുടെ മാസ് എത്ര? 7ാമത്തെ ചോദ്യത്തിന് ഉത്തരം ആദ്യം നോക്കാം. 7ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ആ സമവാക്യം N2 + 3H2 2NH3 എന്നുള്ളതാണ് നമ്മുടെ സമവാക്യം വരിക. 7ാമത്തെ ബിയുടെ ആൻസർ 2 × 17 34 ഗ്രാം എന്ന ആൻസർ വരും. ഇനി നമുക്ക് 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 8ാമത്തെ A or B എന്ന് പറഞ്ഞ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാകും. ഇവിടെ ഞാൻ 2 ഉത്തരങ്ങളും തരുന്നുണ്ട്. അപ്പോൾ 8ാമത്തെ A നോക്കാം. ഒരു ദ്വിവിഘടന പ്രവർത്തന സമവാക്യമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. NaCl + AgNO3 gives A + B. മുകളിൽ നൽകിയിരിക്കുന്ന സമവാക്യം പൂർത്തീകരിച്ച് A, B എന്നിവ കണ്ടെത്തുക. ബി ദ്വിവിഘടന രാസപ്രവർത്തനം എന്നാൽ എന്ത്? അല്ലെങ്കിൽ ബി ഉണ്ട് നമുക്ക്. അമോണിയം ഡൈക്രോമേറ്റ് ചൂടാക്കുമ്പോൾ ക്രോമിയം ട്രയോക്സൈഡ്, ജലബാഷ്പം, നൈട്രജൻ എന്നീ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു. A ക്വസ്റ്റ്യൻ. ഈ രാസപ്രവർത്തനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ബി. ഇത്തരം രാസപ്രവർത്തനത്തിന് മറ്റൊരു ഉദാഹരണം രാസസമവാക്യം ഉപയോഗിച്ച് എഴുതുക. അപ്പോൾ 8Aയും Bയും ഉണ്ട്. നമുക്ക് നോക്കാം. 8A എന്താണെന്ന് ആദ്യം നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ നോക്കണം, ആൻസർ നമ്പർ നോക്കണം കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഞാൻ സ്ലൈഡ് അപ്പുറത്തും ഇപ്പുറത്തും മാറ്റി കാണിക്കും. അപ്പോൾ നിങ്ങൾ അത് ആൻസർ പറഞ്ഞില്ല, ആൻസർ കണ്ടില്ല എന്നൊന്നും പറയരുത്. ക്വസ്റ്റ്യൻ നമ്പറും ആൻസർ നമ്പറും നോക്കുക നിങ്ങൾ. 7, അത് കഴിഞ്ഞാൽ 8 ഇനി പറയാൻ പോകുന്നത് കേട്ടോ. 8ൻ്റെ ആദ്യത്തെ Aയുടെ ആൻസറാണ് NaNO3യും B AgClഉം. ഇനി 8ലെ Bയുടെ ആൻസറാണ് ഒരു ദ്വിവിഘടന രാസപ്രവർത്തനം എന്നത് 2 സംയുക്തങ്ങൾ പ്രതി പ്രവർത്തിച്ച് അവയുടെ അയോണുകൾ പരസ്പരം കൈമാറ്റം ചെയ്യുകയും തൽഫലമായി 2 പുതിയ സംയുക്തങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്ന ഒരു രാസപ്രവർത്തനമാണ്. ഇനി നമുക്കതിൽ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ട് അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യൻ ആണ്. 8ൻ്റെ ബി കേട്ടോ. 8ലെ ബി ഓർ ക്വസ്റ്റ്യൻ ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. അതിൽ എയുടെ ആൻസർ വിഘടനം, ബിയുടെ ആൻസർ CaCO3 gives കാൽഷ്യം കാർബണേറ്റ് ആണ്. അപ്പോൾ അത് എന്തായി മാറുന്നു? കാൽഷ്യം ഓക്സൈഡ് + കാർബൺ ഡൈ ഓക്സൈഡ്. CaCO3 gives CaO + CO2 കേട്ടോ. അപ്പോൾ എയുടെ ആൻസർ ഇതാണ്, ബിയുടെ ആൻസർ ഇതാണ്. 8ൻ്റെ A ക്വസ്റ്റ്യനും B ക്വസ്റ്റ്യനും ഓറാണ് ഇത് കേട്ടോ. അപ്പോൾ എല്ലാം നോക്കിക്കോളൂ, ഒന്നും കണ്ടില്ല എന്ന് പറയരുത് ലാസ്റ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ചുവടെ നൽകിയിരിക്കുന്ന സംയുക്തങ്ങളിൽ മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തി എഴുതുക എന്നാണ്. Mn2O7ലെ ആദ്യത്തിൻ്റെ ആൻസർ +7 ആണ്. രണ്ടാമത്തെ MnO2ൻ്റെ ആൻസർ +4 ആണ് കേട്ടോ. ഇനി 10 പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. A ക്വസ്റ്റ്യൻ. ഈ മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കാൻ കാരണമെന്ത്? B. ഈ ഗ്രൂപ്പുകളിലെ മൂലകങ്ങളിൽ ഏറ്റവും ഊർജ്ജം കൂടി ഇലക്ട്രോണുകൾ വന്നു ചേരുന്ന ഷെൽ ഏത്? 11 18 ഗ്രാം ജലത്തിൽ 2 ഗ്രാം NaCl ചേർത്ത് ഒരു ലായനി തയ്യാറാക്കുന്നു. ഈ ലായനിയിലെ ലീനമേത്? ലായനിയിലെ ലീനത്തിന്റെ മാസ് പെർസെൻറ്റേജ് കണക്കാക്കുക. അപ്പോൾ 10ഉം 11ഉം ആണ്. 10ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പീരിയോഡിക് ടേബിളിൽ 10ാമത്തെ ചോദ്യത്തിന്റെ എയുടെ ആൻസർ ആണ്. പീരിയോഡിക് ടേബിളിൽ എസ് ബ്ലോക്കിലെ ഉയർന്ന ക്രിയാശീലതയുള്ള ലോഹങ്ങൾക്കും ഹൈലി റിയാക്റ്റീവ് മെറ്റാലിക് എലമെന്റ്സ്, പി ബ്ലോക്കിലെ അലോഹങ്ങൾക്കും, അലോഹങ്ങൾ നോൺ മെറ്റൽസിനും ഇടയിലാണ് ഇവ കാണപ്പെടുന്നത്. ബിയുടെ ആൻസർ D
സബ്ഷെല്ലാണ് കേട്ടോ. ഇനി 11ന്റെ ആൻസർ, 11ന്റെ എയുടെ ആൻസർ NaCl ആണ്. 11ന്റെ ബിയുടെ ആൻസർ പെർസെൻറ്റേജ് കാണാനാണ് 2/20 × 100 ചെയ്യുക. അപ്പം നമുക്ക് എന്ത് വരും? 10 എന്ന് വരുന്നുണ്ട് കേട്ടോ. 10% വരും. അടുത്തത് 12 മുതൽ 17 വരെ ചോദ്യങ്ങൾക്ക് രണ്ടെണ്ണത്തിന് ചോയ്സ് ഉണ്ട്, 3 സ്കോർ വീതം. അപ്പം അത് നോക്കാം. മഗ്നീഷ്യം ഓക്സൈഡ് ഒരു അയോണിക സംയുക്തമാണ്. മഗ്നീഷ്യം ഓക്സൈഡ് രൂപീകരണത്തിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം പൂർത്തീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2, 8, 2, 2, 6 അല്ലേ. അപ്പം നമുക്ക് ഇതിന്റെ അറ്റത്ത് നോക്കിയാൽ അറിയാം. നിങ്ങൾക്ക് ഇത് 8 എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ല ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരാൾ ഇത് ഇവിടെ നിന്ന് ഒരാൾക്ക് കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണെന്നുള്ളത് നമ്മൾ വരയ്ക്കണം. ബി, മഗ്നീഷ്യം ഓക്സൈഡ് രൂപീകരണത്തിൽ എത്ര ഇലക്ട്രോണുകളാണ് മഗ്നീഷ്യത്തിൽ നിന്ന് ഓക്സിജനിലേക്ക് മാറ്റപ്പെട്ടത്? അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, അറ്റത്തുള്ള ആൾ പോവും, 2 എണ്ണം. ഇതിലെ ആനയോൺ ഏത്? അപ്പോൾ കാറ്റയോൺസും ആനയോൺസും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന്റെ ഉത്തരം. 12 A, B, C. 12 എയുടെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരുന്നത് ഇതുപോലെയാണ്. മഗ്നീഷ്യമാണ് 2 എണ്ണത്തിന് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2, 8, 2 എന്ന് പറയുന്നതിൽ മഗ്നീഷ്യം 2 എണ്ണത്തിന് കൊടുക്കും, 2 ഇലക്ട്രോണിന് കൊടുക്കുന്നു. എന്നിട്ട് മഗ്നീഷ്യം 2, 8 മാറുന്നു. ഓക്സിജന് ആകെ കൂടെ 2, 6 ഉള്ളൂ. അറ്റത്ത് എത്രയേ ഉള്ളൂ? ഇലക്ട്രോൺ 6 ഉള്ളൂ. അപ്പോൾ മഗ്നീഷ്യം കൊടുക്കണ ഈ 2 എണ്ണത്തിന് ആര് സ്വീകരിക്കും? നമ്മുടെ ഓക്സിജൻ സ്വീകരിച്ചുകൊണ്ട് 2, 8 മാറും. ഈ 2 എണ്ണത്തിന് ഇയാൾ ഓക്സിജന് കൊടുത്ത്, ഓക്സിജൻ അപ്പോൾ 6 ഉണ്ടായിരുന്നുള്ളൂ, +2 കൂടി ആയപ്പോൾ 2, 8 മാറും. അപ്പോൾ ഇപ്പോൾ 2 ആൾക്കാരും ഓക്സിജനും മഗ്നീഷ്യം 2, 2, 2, 8, 2, 8 അല്ലേ. അപ്പം നമ്മുടെ ഇത് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൊടുക്കുന്ന ആൾ 2 പോസിറ്റീവ് ആയിരിക്കും, വാങ്ങുന്ന ആൾ നെഗറ്റീവ് ആണ് കേട്ടോ. അപ്പോൾ മഗ്നീഷ്യം 2 പോസിറ്റീവ് + ഓക്സിജൻ 2 നെഗറ്റീവ് ഗിവ്സ് മഗ്നീഷ്യം ഓക്സൈഡ് MgO ആയിട്ട് അവർ മാറുന്നു. ഓക്കെ. ബിയുടെ ആൻസർ, 12 എയുടെ ബിയുടെ ആൻസർ, മഗ്നീഷ്യത്തിൽ നിന്ന് ഓക്സിജനിലേക്ക് മാറ്റപ്പെട്ട ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2. സിയുടെ ആൻസർ ഓക്സൈഡ് അയോൺ. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ക്രിയാശീലം കൂടിയ സിങ്ക്, മഗ്നീഷ്യം തുടങ്ങിയ ലോഹങ്ങൾ നേർപ്പിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് പോപ്പ് ശബ്ദത്തോടെ കത്തുന്ന വാതകം ഉണ്ടാകുന്നു. എയുടെ ആൻസർ, പോപ്പ് ശബ്ദത്തോടെ കത്തുന്ന വാതകം ഏതാണ്? ആൻസർ ഏതാ? ഹൈഡ്രജൻ ആണ്. സിങ്ക്, മഗ്നീഷ്യം എന്നിവയിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി കൂടുതൽ തീവ്രതയോടെ പ്രവർത്തിക്കുന്ന ലോഹം ഏത്? ഉത്തരം മഗ്നീഷ്യം ആണ്. സിയുടെ ആൻസർ ആണ്. സിങ്ക്, മഗ്നീഷ്യം തുടങ്ങിയ ലോഹങ്ങളുടെ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തനം ആദേശ രാസപ്രവർത്തനമാണ്. ആദേശ രാസപ്രവർത്തനം എന്നാൽ എന്ത്? അതിന്റെ ഉത്തരമാണ് പറയാൻ പോകുന്നത്. സിയുടെ, ഒരു സംയുക്തത്തിലെ ഒരു മൂലകത്തെ മറ്റൊരു മൂലകം ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനമാണ് ആദേശ രാസപ്രവർത്തനം, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇവിടെ സിങ്കും മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡിലെ ഹൈഡ്രജനെ ആദേശം ചെയ്യുന്നു. ഇനി 14 ആണ്. 14ന് എയും ബിയും ഉണ്ട്. 14A അല്ലെങ്കിൽ 14B നിങ്ങൾക്ക് ചെയ്യാം. ഞാനിവിടെ 2 ഉത്തരങ്ങളും പറയുന്നുണ്ട്. 14A Mg+Cl2 MgCl2, മഗ്നീഷ്യവും ക്ലോറിനും കൂടി മഗ്നീഷ്യം ക്ലോറൈഡായിട്ട് മാറുന്നു. ഈ രാസപ്രവർത്തനത്തിൽ നിരോക്സീകരിക്കപ്പെടുന്ന ആറ്റം ഏത്? ഈ രാസപ്രവർത്തനത്തിലെ നിരോക്സീകാരി ഏത്? ഓക്സീകരണ സമവാക്യം എഴുതുക. അല്ലെങ്കിൽ ബി ഏതാ? H2+Cl2 2HCl ആണ്. അപ്പോൾ നമുക്ക് ഈ രാസപ്രവർത്തനത്തിൽ ഓക്സിഡേഷൻ നമ്പർ വർധനവുണ്ടായ ആറ്റം ഏത്? ബി, ഈ രാസപ്രവർത്തനത്തിലെ ഓക്സീകാരി ഏത്? സി, ഇതൊരു റിഡോക്സ് രാസപ്രവർത്തനമാണ്. എന്തുകൊണ്ട്? അപ്പോൾ എയും ബിയും നമുക്ക് നോക്കാം കേട്ടോ. 14Aയുടെ ഉത്തരമാണ് ആദ്യം പറയുന്നത്. 14Aയിൽ എ ഉത്തരം ആൻസർ ക്ലോറിനാണ്. 14Aയിൽ ബി ഉത്തരം മഗ്നീഷ്യം Mg. സിയുടെ ആൻസർ മഗ്നീഷ്യം gives Mg 2 പോസിറ്റീവ് + 2A നെഗറ്റീവ് ആണ്. 2 ഇലക്ട്രോൺ നെഗറ്റീവ് കേട്ടോ. അത് 2 എണ്ണം കൊടുക്കുന്നു എന്ന് കാണിക്കുന്നതാണ്. ഓർ അല്ലെങ്കിൽ നമുക്ക് 14ന് ഒരു ബി ഉണ്ട്. ഓർ ക്വസ്റ്റ്യൻ്റെ 14Bയുടെ എയുടെ ആൻസർ ഹൈഡ്രജൻ, ബിയുടെ ആൻസർ ക്ലോറിൻ. സി, ഓക്സീകരണവും നിരോക്സീകരണവും ഒരേ സമയം നടക്കുന്നത് കൊണ്ട്. ഇനി 15, ചുവടെ ബോക്സിൽ നൽകിയിരിക്കുന്നവ ശ്രദ്ധിക്കുക. ഈ ബോക്സിൽ കുറേ സംഭവങ്ങൾ തന്നിട്ടുണ്ട്. മുകളിൽ ബോക്സിൽ നൽകിയിരിക്കുന്നവ പ്രയോജനപ്പെടുത്തി താപനില ഒരു രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്നു എന്ന് തെളിയിക്കുന്ന പരീക്ഷണത്തിന്റെ പ്രവർത്തന ക്രമം എഴുതുക. ബി, താപനില വർദ്ധിക്കുമ്പോൾ രാസപ്രവർത്തന വേഗത വർദ്ധിക്കുന്നതിനുള്ള കാരണം എഴുതുക. അപ്പോൾ 15Aയുടെയും ബിയുടെയും ഉത്തരം നോക്കാം. 15A എല്ലാം നോക്കണം കേട്ടോ. എ ആണോ ഞാൻ ബി ആണോ പറയണമെന്നൊക്കെ നിങ്ങൾ വേണം ശ്രദ്ധിക്കാൻ.
15 എയും ബിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എയുടെ ഉത്തരം 2 ബോയിലിംഗ് ട്യൂബുകൾ എടുക്കുക. 2 ട്യൂബുകളിലും ഒരേ അളവിൽ സോഡിയം തയോസൾഫേറ്റ് ലായനി എടുക്കുക. ഒരു ട്യൂബിലെ ലായനി സ്പിരിറ്റ് ലാമ്പ് ഉപയോഗിച്ച് ചൂടാക്കുക. 2 ട്യൂബുകളിലും ഒരേ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക. 2 ട്യൂബുകളിലും മഞ്ഞ നിറത്തിലുള്ള സൾഫർ അവക്ഷിപ്തം ഉണ്ടാകുന്നത് നിരീക്ഷിക്കുക. ചൂടാക്കിയ ട്യൂബിൽ അവക്ഷിപ്തം വേഗത്തിൽ ഉണ്ടാകുന്നു എന്ന് നിരീക്ഷിക്കുക. ഇതിൽ നിന്നും താപനില കൂടുമ്പോൾ രാസപ്രവർത്തന വേഗത കൂടുന്നു എന്ന് മനസ്സിലാക്കാം. രാസപ്രവർത്തന വേഗത, ഇതിൻ്റെ ഇടയിലത്തെ ഇത് വേണ്ട കേട്ടോ. രാസപ്രവർത്തന വേഗത കൂടുന്നു എന്ന് മനസ്സിലാക്കാം. ബി, താപനില കൂടുമ്പോൾ തന്മാത്രകളുടെ ഗതികോർജ്ജം കൂടുകയും ഫലപ്രദമായ കൂട്ടിയിടികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇത് രാസപ്രവർത്തനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നു. 16 നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് ഉത്തരം എഴുതുക. ഇവിടെ രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏത്? ഉപരിതല വിസ്തീർണമാണ് സ്വാധീനിക്കുന്ന ഘടകം. ബിയുടെ ആൻസർ രാസപ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. സി, ഈ പ്രവർത്തനത്തിന്റെ സമവാക്യം CaCO3 + HCl gives CaCl2 + H2O + CO2. ഇനി 17ാമത് നമുക്ക് എ ഓർ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. 17A, എക്സ്, വൈ എന്നീ മൂലകങ്ങളുടെ ആറ്റങ്ങളിൽ 3 ഷെല്ലുകൾ വീതമുണ്ട്. മൂലകം ഇവിടെ പ്രതീകം യഥാർത്ഥമല്ല. മൂലകം എക്സ് ഗ്രൂപ്പ് 13ലും വൈ ഗ്രൂപ്പ് 16ലും ഉൾപ്പെടുന്നു. അപ്പോൾ എ ക്വസ്റ്റ്യൻ, എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ബി, വൈ എന്ന മൂലക കുടുംബത്തിൽ ഉൾപ്പെടുന്നു. വൈ ഏത് മൂലക കുടുംബത്തിൽ ഉൾപ്പെടുന്നു? സി, ഇവയിൽ ഏത് മൂലകത്തിന്റെ ആറ്റത്തിനാണ് വലിപ്പം കൂടുതൽ? അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ആണ് ബി. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാകും. ബി എന്താ? 3ാം പീരീഡിൽ ഉൾപ്പെടുന്ന ഒരു മൂലകമാണ് എക്സ്. അഷ്ടക ഇലക്ട്രോൺ സംവിധാനം നേടാൻ ഈ മൂലകം രാസപ്രവർത്തനങ്ങളിൽ 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. അപ്പോൾ എ ക്വസ്റ്റ്യൻ, ഈ മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ബി, ഈ മൂലകം ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഏത്? സി, ഇതേ പീരീഡിലെ ഉത്കൃഷ്ട മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. അപ്പോൾ 17A നോക്കാം. 17Aയുടെ എ ആൻസർ വരുന്നത് 2, 8, 3. ബി ചാൽക്കോജനുകളാണ്. സിയുടെ ആൻസർ എക്സ് ആണ് കേട്ടോ. അതായത് സിയുടെ ആൻസർ എന്ന് പറയുന്നത് എക്സിനാണോ വൈക്കാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സിന് എന്നുള്ളത് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അടുത്തത് 17Bയുടെ നോക്കാം. 17B, ഇത് 17B ആണ്. 17Bയുടെ എയുടെ ആൻസർ 2, 8, 2. ബി ക്വസ്റ്റ്യൻ ആൻസർ ഗ്രൂപ്പ് 2. സി എന്താ? 2, 8, 8. ഓക്കെ, അപ്പോൾ 17 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായി. ഇനി 18ാമത്തെ ചോദ്യമാണ്. 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. അപ്പോൾ ആസിഡിലെ നെഗറ്റീവ് അയോണും ആൽക്കലിയിലെ പോസിറ്റീവ് അയോണും ചേർന്നാണ് നിർവീകരണത്തിൽ ലവണം ഉണ്ടാകുന്നത്. എ ക്വസ്റ്റ്യൻ, കാൽഷ്യം ഫോസ്ഫേറ്റ് നിർമ്മിക്കാൻ വേണ്ട ആൽക്കലി, ആസിഡ് എന്നിവ ഏതെല്ലാം? ഉത്തരം കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ഫോസ്ഫോറിക് ആസിഡ്. ഈ ലവണത്തിൻ്റെ ഈ ആൽക്കലിയിൽ അടങ്ങിയിരിക്കുന്ന പോസിറ്റീവ് അയോൺ ഏത്? കാൽഷ്യം അയോൺ ആണ് പോസിറ്റീവ് കേട്ടോ. ഇത്രയാണ് ഇതിൻ്റെ ആൻസർ. Ca2 പോസിറ്റീവ് ആണ്. ഈ ലവണത്തിന്റെ രാസസൂത്രം അത് ഇതാണ് കേട്ടോ. ഈ സി ആണ്. Ca3PO4 ട്വൈസ്. ഓക്കെ, ഇതാണ് അതിന്റെ രാസസൂത്രം വരിക കേട്ടോ. അല്ലെങ്കിൽ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. 18B, ഒരു ആൽക്കലി, ആസിഡ് എന്നിവ സംബന്ധിച്ച് ചില സൂചനകൾ നൽകിയിരിക്കുന്നു. ആൽക്കലിയിലെ പോസിറ്റീവ് അയോൺ K പോസിറ്റീവ് ആണ്. ആസിഡിലെ നെഗറ്റീവ് അയോൺ SO4 നെഗറ്റീവ് ആണ്. ഈ ആൽക്കലിയുടെ രാസസൂത്രം ഏത്? KOH ആണ് കേട്ടോ. അതായത് ഇത് KOH ആണ്. ഈ ആസിഡിന്റെ രാസസൂത്രം എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ബി, ആസിഡിന്റെ ആണ് H2SO4, സൾഫ്യൂറിക് ആസിഡ് ആണ് കേട്ടോ. ഈ ആസിഡും ആൽക്കലിയും തമ്മിലുള്ള രാസപ്രവർത്തനം സൂചിപ്പിക്കുന്ന രാസസമവാക്യം ഇതാണ്. H2SO4 + 2KOH gives K2SO4 + 2H2O. ഡി, ഈ രാസപ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ലവണത്തിന്റെ പേരെഴുതുക. ആൻസർ പൊട്ടാസ്യം സൾഫേറ്റ്. ഡിയുടെ ആൻസർ. അപ്പോൾ 18 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ലൈക്കിലൂടെ അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എല്ലാ സബ്ജക്ട്സിൻ്റെയും ആൻസർക്ക് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.